സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും സജീവമാക്കി CPIM. ഇന്നലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും റോഡ് ഷോ സംഘടിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ എതിരാളികളെ പിന്നിലാക്കിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇടതു ക്യാമ്പ്. മുതിർന്ന നേതാക്കളെ തന്നെ രംഗത്തിറക്കിയതും ഗുണം ചെയ്യുമെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റും വോട്ടും നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് 15 സീറ്റുകളിലും CPIM പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്നത്. ദേശീയ പാർട്ടി പദവി നിലനിർത്തുക എന്ന വെല്ലുവിളി കൂടി മുന്നിലുണ്ട്. മുന്നണിയിൽ തർക്കങ്ങളില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനായതും സമയബന്ധിതമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതും CPIMന് നേട്ടം തന്നെ. സംസ്ഥാന സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ പേരുകൾ വായിക്കുമ്പോൾ തന്നെ സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിൽ സജീവമായി. റോഡ് ഷോ നടത്താൻ പാർട്ടി സജ്ജമായിരുന്നു. ഒരു മന്ത്രിയടക്കം 4 MLAമാർ, ഒരു PB അംഗവും 3 ജില്ലാ സെക്രട്ടറിമാരും മത്സരരംഗത്ത്. ആലത്തൂരിൽ രമ്യ ഹരിദാസിൽ നിന്ന് ഇടത്തുകോട്ട തിരിച്ചുപിടിക്കാനാണ് മന്ത്രി K. രാധാകൃഷ്ണനെ തന്നെ മത്സരത്തിനിറക്കിയത്. കൊല്ലത്ത് NK പ്രേമചന്ദ്രനെ താഴെയിറക്കാനുള്ള ദൗത്യമാണ് M. മുകേഷിനെ ഏൽപ്പിച്ചത്. K. മുരളീധരനെ നേരിടാൻ വടകരയിൽ കളത്തിലിറങ്ങുന്ന KK ശൈലജ TP വധക്കേസ് മണ്ഡലത്തിൽ ചർച്ചയാകില്ലെന്ന വിശ്വാസത്തിലാണ്. കണ്ണൂരിൽ K. സുധാകരനെ ജില്ലാ സെക്രട്ടറി കൂടിയായ MV ജയരാജന് അട്ടിമറിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും CPIM പ്രകടിപ്പിക്കുന്നു. 24 തിരുവനന്തപുരം.